റഷ്യയെ ഏത് പ്രതിസന്ധിയിലും ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ. ഇപ്പോഴത്തെ ഉപരോധങ്ങളെല്ലാം വളരെ ശക്തമായി അമേരിക്ക അടക്കമുള്ള സഖ്യകക്ഷികൾ ഉയർത്തിപ്പിടിക്കുമ്പോഴും ഇന്ത്യ ഇതാ ഞെട്ടിപ്പിക്കുന്ന നീക്കമാണ് നടത്തിയത്. അതിൽ പകച്ചു നിൽക്കുകയാണ് ലോക രാഷ്ട്രങ്ങളെല്ലാം തന്നെ. പക്ഷേ ഈ നീക്കം സൗദി അടക്കമുള്ള ചില അറബ് കൺട്രീസിനും ഒരു അടിയാണ് കേട്ടോ. എന്തായാലും വേഗത്തിൽ വളരുന്ന കുതിച്ചു മുന്നേറുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ഏത് രാജ്യങ്ങൾക്ക് അതൃപ്തി വന്നാലും അതൊന്നും കൂട്ടാക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നതാകും ശരി. കാരണം നമ്മളെല്ലാ മേഖലയിലും സ്വയം പര്യാപ്തരാണല്ലോ. അപ്പോൾ നമുക്ക് റഷ്യ ഉക്രൈൻ തമ്മിലുള്ള പൊരിഞ്ഞ യുദ്ധത്തിനിടയിൽ ഇന്ത്യയുടെ ആ വൻ നീക്കം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഉക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ വലിയ വർധനവാണ് ഉണ്ടായത്. പാശ്ചാത്യ ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ വിലക്കിഴിവ് നൽകി റഷ്യൻ കമ്പനികൾ ഇന്ത്യൻ വിപണി പിടിക്കുകയായിരുന്നു. ഇതോടെ അറബ് രാഷ്ട്രങ്ങളെ മറികടന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്തു. നിലവിൽ രാജ്യത്തിന്റെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ഏകദേശം 40% റഷ്യയിൽ നിന്ന് തന്നെയാണ്. സമീപകാലത്ത് വിലക്കിഴിവിൽ ഇടിവുണ്ടായതോടെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ നേരിയ തിരിച്ചടി നേരിട്ടിരുന്നു. വിലക്കിഴിവ് അവസാനിക്കുകയാണെങ്കിൽ ഇന്ത്യൻ കമ്പനികളും വീണ്ടും സൗദി അറേബ്യയും ഇറാഖും അടങ്ങുന്ന ഗൾഫ് രാഷ്ട്രങ്ങളെ സമീപിച്ചേക്കുമെന്ന വിലയിരുത്തലുകളും ശക്തമായിരുന്നു. എന്നാൽ ഇതിന് ഇടയിലാണ് ഇന്ത്യയിലെ ഒരു സ്വകാര്യ റിഫൈനർ റഷ്യയുമായി വമ്പൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കരാറിൽ എത്തിയിരിക്കുന്നത്. റിലയൻസ് ഗ്രൂപ്പ് റഷ്യയുടെ സ്റ്റേറ്റ് ഓയിൽ കമ്പനിയായ റോസ്നെഫ്റ്റുമായി പുതിയ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നതാണെന്ന് സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിലെ വിലപ്രകാരം പ്രതിവർഷം $1300 കോടി, അതായത് 1.10 ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന ഇടപാടുമാണിത്. കരാർ സംബന്ധിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസോ റോസ്നെഫ്റ്റോ ഔദ്യോഗികമായി പ്രതികരിക്കുന്നതിന് മുൻപാണ് കൂടുതൽ വിപുലമായ സഹകരണത്തിന് ഇന്ത്യ മുൻകൈ എടുത്തിരിക്കുന്നത്. ഈ വർഷം ജനുവരി ഒക്ടോബർ കാലയളവിൽ റഷ്യയിൽ നിന്ന് റിലയൻസ് പ്രതിദിനം 4.05 ലക്ഷം ബാരൽ വീതം എണ്ണ വാങ്ങിയിട്ടുണ്ട്. മുൻവർഷത്തെ സമാന കാലത്ത് ഇത് 3.88 ലക്ഷം ബാരൽ വീതമായിരുന്നു. പുതിയ കരാർ പ്രകാരമുള്ള എണ്ണ റിലയൻസിന്റെ വമ്പൻ റിഫൈനറിയായ ഗുജറാത്തിലെ ജാംനഗറിലേക്കാണ് എത്തുകയെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 10 വർഷത്തേക്ക് പ്രതിദിനം 5 ലക്ഷം ബാരൽ ക്രൂഡ് ഇന്ത്യയിലേക്ക് എത്തിക്കാനാണ് റിലയൻസും റോസ്നെഫ്റ്റുമായുള്ള കരാറുള്ളത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എക്കാലത്തെയും വലിയ ഊർജ്ജ ഇടപാടുമാണിത്. ഇന്നത്തെ വിലയിൽ പ്രതിവർഷം ഏകദേശം $13 ബില്യൺ മൂല്യമുള്ള ഉടമ്പടി ആഗോള ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ 0.5% വരും. പാശ്ചാത്യ ഉപരോധം ഇപ്പോഴും തുടരുന്ന റഷ്യയെ സംബന്ധിച്ച് വലിയ വിജയവും കൂടിയാണ് റിലയൻസുമായിട്ടുള്ള ഈ കരാർ. അതേസമയം മറുവശത്താകട്ടെ സ്വാഭാവികമായും തിരിച്ചടി നേരിടുക സൗദി അറേബ്യയും ഇറാഖും UAEയും ഒക്കെ ആകും. റഷ്യയിൽ നിന്നും വലിയ തോതിൽ എണ്ണ വാങ്ങുന്നതോടെ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി റിലയൻസ് വലിയ തോതിൽ കുറയ്ക്കും. അതുപോലെ തന്നെ റഷ്യയെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമുള്ള കനത്ത പ്രഹരവുമാണിത്. അതും ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യാന്തര വിതരണക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും വിപണി സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇടപാടുകൾ നടത്തുന്നതെന്നും റിലയൻസ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ കരാറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനായി കമ്പനി തയ്യാറായിട്ടുമില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് കരാർ എന്നതും ശ്രദ്ധേയമാണ്. 2024 പ്രതിമാസം 3 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനായി റോസ്നെഫ്റ്റുമായി റിലയൻസ് കരാർ ഉണ്ടാക്കിയിരുന്നു. പുതിയ കരാർ റഷ്യൻ തുറമുഖങ്ങളിൽ നിന്നുള്ള റോസ്നെഫ്റ്റിന്റെ കടൽ വഴിയുള്ള എണ്ണ കയറ്റുമതിയുടെ പകുതിയോളം വരും. ജനുവരി മുതൽ ഒക്ടോബർ വരെ റിലയൻസ് പ്രതിദിനം ശരാശരി 4,05,000 ബാരൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 3,88,500 BPD ആയിരുന്നു. നവംബറിൽ നടന്ന റോസ്നെഫ്റ്റിന്റെ ബോർഡ് മീറ്റിംഗിൽ റോസ്നെഫ്റ്റും റിലയൻസും തമ്മിലുള്ള പുതിയ കരാർ ചർച്ച ചെയ്യുകയും അംഗീകാരം നൽകുകയുമായിരുന്നെന്നും റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ട്. ജനുവരി മുതൽ ആരംഭിക്കുന്ന വിതരണം 10 വർഷത്തേക്ക് തുടരുന്നതിനോടൊപ്പം തന്നെ വേണമെങ്കിൽ മറ്റൊരു 10 വർഷത്തേക്ക് കൂടി കരാർ നീട്ടാനുള്ള ഓപ്ഷനുമുണ്ട്. അതേസമയം ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള ക്രൂഡ് ഓയിലിന്റെ ഔദ്യോഗിക വിൽപ്പന വില സൗദി അറേബ്യ അടുത്തിടെ വീണ്ടും താഴ്ത്തിയിരുന്നു. പുതിയ ഇളവോടെ 4 വർഷത്തിനിടെ ഏറ്റവും വലിയ താഴ്ന്ന നിലയിലേക്ക് വില നിലവാരം എത്തിച്ചേർന്നു. നിരക്കിളവ് ജനുവരി മാസം മുതൽ പ്രാബല്യത്തിൽ വരും. ഇന്ത്യയും ചൈനയും അടങ്ങുന്ന ഏഷ്യൻ വിപണിയിലെ സാന്നിധ്യം ശക്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു സൗദി ഈ നീക്കം നടത്തിയത്. എന്നാൽ ഇതിനിടയിലാണ് സൗദിയുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായേക്കാവുന്ന വിധത്തിൽ റിലയൻസ് റഷ്യയുമായി പുതിയ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നാളുകളായി അഗ്രസീവായ ബിസിനസ് വികസനമാണ് മുകേഷ് അംബാനിയുടെ റിലയൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഓയിൽ ബിസിനസ്സിലാണ് ഗ്രൂപ്പ് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നീട് കാലാനുസൃതമായ ബിസിനസ് വികസനമാണ് അംബാനി നടത്തിയത്. രാജ്യത്തെ
റീറ്റെയിൽ, ടെലികോം, ഫിനാൻഷ്യൽ എന്നീ മേഖലകളിലേക്കെല്ലാം തന്നെ റിലയൻസ് പടർന്ന് പന്തലിച്ചു. അപ്പോഴും കോർ ബിസിനസ്സായ ക്രൂഡ് ഓയിൽ റിഫൈനിങ് മികച്ച രീതിയിൽ കൊണ്ടുപോകാനും അംബാനി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ റഷ്യയുമായി ബന്ധപ്പെട്ട് ക്രൂഡ് ഓയിൽ ബിസിനസ്സിൽ നാഴികക്കല്ല് സൃഷ്ടിച്ചിരിക്കുകയാണ് റിലയൻസ്. ഉക്രൈനു മേലുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും റഷ്യൻ എണ്ണയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ കമ്പനികൾക്ക് അത് ഒരു തടസ്സമേയല്ല. ഈ ഉപരോധം ബാധകമല്ലെന്ന നിലപാടിലാണ് ഇന്ത്യയും മുന്നോട്ട് പോകുന്നത്. മാത്രവുമല്ല, ഉപരോധം മൂലം റഷ്യൻ എണ്ണയുടെ വില വിപണിയിലെ മറ്റ് ക്രൂഡ് ഇനങ്ങളെ അപേക്ഷിച്ച് ബാരലിന് $3 മുതൽ $4 വരെ കുറവാണെന്നും ഇന്ത്യക്ക് റഷ്യൻ കമ്പനികൾക്ക് ഡിസ്കൗണ്ട് നൽകുന്നുണ്ടെന്നും വലിയ നേട്ടം തന്നെയാണ്. റഷ്യ ഇപ്പോൾ ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരാണ്. അറിയാമല്ലോ, റഷ്യയുടെ മൊത്തം ക്രൂഡ് ഇറക്കുമതിയുടെ ഏകദേശം 30 മുതൽ 35% വരെ വരുന്നത്. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി കഴിഞ്ഞ വർഷം ഇരട്ടിയായി $45 ബില്യൺ ഉയർന്നതായി ഇന്ത്യയിലെ റഷ്യയുടെ പ്രതിനിധിയായ ഡെനിസ് അലീപോവ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിലെ കടുത്ത സമ്മർദ്ദം അവഗണിച്ച് കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ നയിക്കുന്നത് അതിൻ്റെ ദേശീയ താൽപ്പര്യങ്ങളും ഉയർന്ന സാമ്പത്തിക വളർച്ച നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയുമാണ്. വിലയും വ്യവസ്ഥകളും അനുകൂലമായിരിക്കുന്നിടത്തോളം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരാൻ ഇന്ത്യ തയ്യാറാണെന്നാണ് ഇന്ത്യൻ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് സോവിയറ്റ് യൂണിയന്റെ കാലം മുതലുള്ള അടുപ്പമാണ് കൂടുതലും ശക്തമായി ഇപ്പോഴും റഷ്യയുമായി തുടരുന്നത്. സൈനിക പ്രതിരോധ മേഖലയിൽ തുടങ്ങിയ സഹകരണം ഇപ്പോൾ റഷ്യയിൽ നിന്നും വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമെന്ന നിലയിലേക്കാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ശരിയെ സംബന്ധിച്ചത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. റഷ്യയുടെ പഴയ രൂപമായി സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്ക് നൽകിയ സഹായം ഈ രാജ്യമുള്ളിടത്തോളം കാലം ഒരു തലമുറയ്ക്കും മറക്കാൻ കഴിയില്ല. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധം ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ഇന്ത്യൻ യുദ്ധചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധവിജയങ്ങളായിരുന്നു അന്ന് സംഭവിച്ചത്. അതായത് 1971. അതിന് ഇന്ത്യയെ സഹായിച്ചതാകട്ടെ സോവിയറ്റ് യൂണിയനുമാണ്. ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇന്ത്യ പാക് യുദ്ധവും തുടങ്ങുന്നത്. അതിനാൽ തന്നെ ലോകത്തെ വൻ ശക്തികളായ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും പൂർണ്ണ ശ്രദ്ധ ഈ യുദ്ധത്തിനുണ്ടായിരുന്നു. അന്ന് അമേരിക്ക നയിച്ച ചേരിയിൽ മനസ്സുകൊണ്ട് അംഗമായിരുന്ന പാകിസ്ഥാനോടായിരുന്നു അമേരിക്കയ്ക്ക് താല്പര്യമുണ്ടായിരുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിൽ അഴിമതി ആരോപണം കാരണം രാജിവെച്ച ഒരേയൊരു പ്രസിഡന്റായ റിച്ചാർഡ് നിക്സൺ ആയിരുന്നു അന്ന് അധികാരത്തിലുണ്ടായിരുന്നത്. ഇന്ത്യയോട് അത്ര താല്പര്യം പുലർത്തിയ ഒരു പ്രസിഡന്റ് ആയിരുന്നില്ല നിക്സൺ. സോവിയറ്റ് യൂണിയൻ ഒഴിച്ചു നിർത്തിയാൽ മിക്ക ലോകരാജ്യങ്ങളും പാകിസ്ഥാനി ആയിരുന്നു അന്ന് പിന്തുണച്ചിരുന്നത്. എന്നാൽ ചേരിചേരാ നയം അനുവർത്തിച്ചപ്പോഴും ഇന്ത്യ അക്കാലത്ത് ഇന്ത്യ USSR ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റിയിലൂടെ സോവിയറ്റ് യൂണിയനുമായി വലിയ അടുപ്പം പുലർത്തിയിരുന്നു. യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇന്ത്യൻ സേന വ്യക്തമായ ആധിപത്യം പുലർത്തിയത് അമേരിക്കയ്ക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. ഇന്ത്യ പാക് യുദ്ധം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മാത്രം കാര്യമാണെന്നും മറ്റുള്ളവർ ഇടപെടേണ്ട എന്നുമായിരുന്നു സോവിയറ്റ് യൂണിയന്റെ നിലപാട്. ഇക്കാര്യം റഷ്യ അമേരിക്കയെ അറിയിക്കുകയും ചെയ്തു. ചൈന ഇടപെടുമെന്ന് അമേരിക്ക പ്രതീക്ഷിച്ചെങ്കിലും അതും ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് പാകിസ്ഥാനെ സഹായിക്കാനായി തങ്ങളുടെ 7ാം കപ്പൽ പടയെ അമേരിക്ക ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വിട്ടിരുന്നത്. USS എന്റർപ്രൈസസ് എന്ന വമ്പൻ വിമാനവാഹിനി കപ്പലായിരുന്നു ഇതിലെ പ്രധാനി. 90 യുദ്ധവിമാനങ്ങൾ വഹിക്കാനുള്ള ശേഷി ഈ വിമാനവാഹിനി കപ്പലിനുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ ഡിസ്ട്രോയറുകൾ, 2000 മറീനുകൾ അടങ്ങിയ ആംഫിബിയസ് അസോൾട്ട് ഷിപ്പുകൾ, ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ തുടങ്ങിയവയും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഇതോടെ അമേരിക്ക ഇന്ത്യയിൽ അധിനിവേശം നടത്തുമെന്ന അഭ്യൂഹവും ശക്തമായി. പാകിസ്ഥാൻ സർക്കാരും ഇത്തരത്തിലൊരു പ്രചരണം വ്യാപകമായി നടത്തി. ഇതേ തുടർന്ന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയനോട് സഹായം അഭ്യർത്ഥിക്കാൻ നിർബന്ധിതയായി. തുടർന്ന് റഷ്യൻ നാവികസേനയുടെ ഒരു വൻ ഫ്ലീറ്റ് തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പുറപ്പെട്ടു. അഡ്മിറൽ വ്ളാഡിമിർ ക്രുഗ്ല്യാക്കോവിന്റെ കമാൻഡിലായിരുന്നു ഫ്ലീറ്റിന്റെ വരവുണ്ടായിരുന്നത്. 2 ക്രൂയിസറുകൾ, 6 മുങ്ങിക്കപ്പലുകൾ ഉൾപ്പെടെ വൻ നാവികപ്പട ഇന്ത്യക്ക് സംരക്ഷണം തീർത്ത് സമുദ്രത്തിൽ നിലയുറപ്പിക്കുകയായിരുന്നു. സോവിയറ്റ് സേന നിലയുറപ്പിച്ചത് കണ്ട് USS എന്റർപ്രൈസസും 7ാം കപ്പൽപ്പടയും വന്ന സ്പീഡിൽ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ലോകത്തിന് മുന്നിൽ അമേരിക്ക നാണം കെട്ട സംഭവമായിരുന്നു ഇത്. അന്ന് സോവിയറ്റ് യൂണിയൻ സഹായിച്ചിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ഇതിനുശേഷം പലതവണ ഇന്ത്യയിൽ സർക്കാരുകൾ മാറി മാറി വന്നിട്ടുണ്ടെങ്കിലും റഷ്യയുമായുള്ള അടുപ്പം കൂടുതൽ ശക്തമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇപ്പോഴും ആ നയം തന്നെയാണ് തുടരുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. അതോടൊപ്പം ഈ അറിവ് എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.